ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ. മത്തായി 24-ന്റെ 15-16 വാക്യങ്ങൾ. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദ്യയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യുഗാന്ത്യത്തെ കുറിച്ചുള്ള ചോദ്യം ശിഷ്യന്മാർ ചോദിച്ചതിൽ നിന്നാണ് യഹൂദൻ്റെ പിൽക്കാല അനുഭവങ്ങളെയും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെയും ഒക്കെ കർത്താവ് വിവരിക്കുന്നതും അതിൻ്റെ അടയാളങ്ങളും ലക്ഷണങ്ങളും പറയുകയും ചെയ്യുന്നത്. 15-16 വാക്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ AD 66 മുതൽ 73 വരെയുള്ള യഹൂദ യുദ്ധത്തിൻ്റെ ആ ഒരു കാര്യം നമ്മൾ അല്പമെങ്കിലും മനസ്സിലാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ദ ഫസ്റ്റ് ജൂവിഷ് റോമൻ വാർ, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ നൽകുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. റോമാ സാമ്രാജ്യത്തിനെതിരെ യഹൂദരുടെ ആദ്യത്തെ ചെറുത്തുനിൽപ്പായിരുന്നു അത്. എല്ലാം തുടങ്ങിയത് 66-ൽ പുതിയ നികുതിക്കെതിരെയുള്ള യഹൂദ മുന്നേറ്റത്തോടു കൂടിയാണ്. റോമൻ പൗരന്മാർ ആക്രമിക്കപ്പെട്ടു. അതിന് പ്രതികാരമായി റോമാക്കാർ ജെറുസലേം ദേവാലയം കൊള്ളയടിച്ചു. 6000 യഹൂദന്മാർ ജെറുസലേം നഗരത്തിൽ മാത്രം കൊല്ലപ്പെട്ടു. റോമൻ ഭരണത്തെ അനുകൂലിച്ചിരുന്ന അഗ്രിപ്പ രണ്ടാമൻ പോലും പലായനം ചെയ്യേണ്ടി വന്നു. എങ്കിലും യഹൂദന്മാർ അവരാൽ കഴിയുന്നിടത്തോളം ചെറുത്തുനിന്നു. യൂദയിലെ ലഹള അമർച്ച ചെയ്യാൻ നിയോഗം കിട്ടിയത് വെസ്പേഷ്യനാണ്. അദ്ദേഹം പിന്നീട് ചക്രവർത്തിയായി. ഗലീലയായിരുന്നു അവരാദ്യം ആക്രമിച്ചത്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ യുദ്ധത്തിൽ റോം ജയിക്കാൻ തുടങ്ങി. എന്നാൽ വെസ്പേഷ്യനെ റോമയിലേക്ക് തിരിച്ചു വിളിക്കുകയും റോമിൻ്റെ ചക്രവർത്തിയായി വാഴിക്കുകയും ചെയ്തു. അത് AD 69-ലാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ടൈറ്റസ് സൈന്യത്തിൻ്റെ കമാൻഡറായിട്ട് നിയമിക്കപ്പെട്ടു. അദ്ദേഹമാണ് യുദ്ധത്തിൻ്റെ അവസാന പാദമൊക്കെ കൈകാര്യം ചെയ്തത്. 7 മാസത്തെ ഉപരോധത്തിലൂടെയാണ് ടൈറ്റസ് ജെറുസലേം നഗരം പിടിച്ചടക്കിയത്. ഭക്ഷണവും വെള്ളവും കിട്ടാതെ യഹൂദന്മാർ, പ്രത്യേകിച്ച് സീലോട്സുകൾ എന്ന് പറയുന്ന തീവ്രവാദികളായ യഹൂദന്മാർ വളരെയധികം കഷ്ടപ്പെട്ട് മരിച്ച് വീണു എന്നാണ് ചരിത്രം ഓർമ്മിപ്പിക്കുന്നത്. യഹൂദൻ്റെ ദേവാലയം അഗ്നിക്ക് ഇരയാക്കപ്പെട്ടു. പിന്നീടുള്ള ചെറുത്തുനിൽപ്പ് ഈ മസാദ കുന്നിന് മുകളിലായിരുന്നു. അത് ക്രിസ്തുവർഷം 73-74-ലാണ്. അതും റോമക്കാർ പിടിച്ചടക്കി. അപ്പോൾ കർത്താവ് അന്ന് പറഞ്ഞത് സംഭവിച്ചത് AD 66 മുതലാണ്. ദാനിയേൽ പ്രവാചകന്റെ പ്രവചനമാണ് 15-ാം വാക്യത്തിൽ കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധ സ്ഥലത്തിൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത. ഈ ഒരു പദം ദാനിയേൽ 9-ാം അധ്യായം 27-ൽ നിന്ന് എടുക്കുന്നതാണ്. BC 168-ൽ സിറിയയിലെ സെലൂഡിയസ് രാജാവായിരുന്ന അന്ത്യോക്കസ് 4-ാമൻ എപ്പിഫാനസ് ജെറുസലേം നഗരം പിടിച്ചടക്കുകയും ജെറുസലേം ദേവാലയത്തിനകത്ത് യഹൂദർക്ക് നിന്ദ്യവും വിഗ്രഹാരാധനയുമായി സേബൂസ് ദേവന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അത് മക്കാബിയരുടെ പുസ്തകത്തിൽ 1 മക്കാബിയരിലൊക്കെ വായിക്കാം. അപ്പോൾ വിശുദ്ധമായ സ്ഥലത്ത് അതിനെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. വിശുദ്ധമായ സ്ഥലത്ത് അശുദ്ധമായ സംഗതി നിൽക്കുന്നു. ഇതാണ് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണമായി ദാനിയേൽ കാണുന്നത്.
എന്നാൽ വിശുദ്ധ മത്തായി സൂചിപ്പിക്കുന്ന വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം ഇതായിരിക്കണമെന്നില്ല. യഹൂദ റോമ യുദ്ധത്തിലെ ഏതെങ്കിലും സമാന രംഗമായിരുന്നിരിക്കാം. വിശുദ്ധ സ്ഥലം എന്ന് പറയുമ്പോൾ ഇവിടെ സൂചിപ്പിച്ച യഹൂദ യുദ്ധം ആരംഭിച്ചത് റോമാക്കാർ കൈസരിയയിലുള്ള യഹൂദ സിനഗോഗ് അശുദ്ധമാക്കിയപ്പോഴാണ്. യഹൂദരുടെ പുണ്യസ്ഥലമായ ജെറുസലേം ദേവാലയത്തിൻ്റെ അതിമനോഹരമായ അൾത്താരയിൽ യഹൂദർക്ക് നിഷിദ്ധമായ പന്നി മാംസം അർപ്പിച്ച് അതിനെ അശുദ്ധമാക്കി അന്ത്യോക്കസ് നാലാമൻ എപ്പിഫാനസിൻ്റെ നീചമായ പ്രവൃത്തിയാണ് പശ്ചാത്തലത്തിലുള്ളത്. അത് BC 168, അതായത് ക്രിസ്തുവിന് മുൻപ് 168 യഹൂദ യുദ്ധകാലത്ത്, അതായത് AD 66-73 കാലഘട്ടത്തിൽ റോമ പട്ടാളവും ഇതുപോലെ വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണവുമായി വരുമെന്ന് ഒരു പക്ഷെങ്കിൽ കർത്താവ് പ്രവചിച്ചിട്ടുണ്ടാവാം. ലൗകിക ശക്തികൾ സഭയ്ക്കെതിരെ ആഞ്ഞടിക്കുന്നതിനെക്കുറിച്ചായിരിക്കാം ഈ പരാമർശം. വായിക്കുന്നവർ ഗ്രഹിക്കട്ടെ, ഈ വാക്യത്തിന് ഒരു നിഗൂഢാർത്ഥമുണ്ട്. പലസ്തീനിലെ സഭയോട് ഒളിച്ചോടാൻ ആവശ്യപ്പെടുകയാണ് മത്തായി. ഫ്ലാവിയസ് ജോസിഫസിന്റെ വിവരണം അനുസരിച്ച് പലസ്തീനിലെ ക്രിസ്ത്യാനികൾ യോർദാന്റെ വടക്കൻ താഴ്വരയായ പെല്ലായിലേക്ക് യഹൂദകാലത്ത് ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ അശുദ്ധി വിശുദ്ധമായ ഇടത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ആ അടയാളം തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കണമെന്നതാണ് ഈ 2 വാക്യത്തിൻ്റെ അർത്ഥം. അതിനെ തുടർന്ന് ആരൊക്കെ എങ്ങനെയൊക്കെ രക്ഷപ്പെടണം, ഓടിപ്പോകണമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ യഹൂദൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ ഭൂതകാല അനുഭവവും കർത്താവിന് ശേഷം നടക്കാനിരുന്ന ഒരു ഭാവികാല കാര്യവും ഒക്കെ ചേർത്താണ് നമ്മൾ വായിച്ച വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. പിന്നീട് ക്രൈസ്തവ സഭയ്ക്കെതിരെ നടക്കുന്നതും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളാണ്. AD 70 യഹൂദൻ്റെ രക്തം റോമ നഗരത്തിൽ വീണ് കുതിരക്കുളമ്പടി അതിൽ മുങ്ങിപ്പോയി എന്നാണ് ചരിത്രകാരനായ ജോസിഫസ് പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം പിലാത്തോസിൻ്റെ മുൻപിൽ കർത്താവിനെ വിസ്തരിക്കുമ്പോൾ എങ്ങനെയും വിട്ടുകൊടുക്കാൻ, രക്ഷ ചെയ്യാൻ പിലാത്തോസിന് മനസ്സായിരുന്നു. എന്നാൽ യഹൂദന്മാരുടെ നിർബന്ധം കൊണ്ടാണ് അദ്ദേഹം കർത്താവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചത്. അതുകൊണ്ടാണ് കൈകൾ കഴുകി ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല, ഈ നീതിമാൻ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പിലാത്തോസ് പറയുന്നത്. അതിൻ്റെ പ്രതിവാചകമായി കൂടി വന്ന യഹൂദന്മാർ ഏറ്റുപറഞ്ഞത് അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളിൽ മേലും വരട്ടെ എന്നാണ്. അത് AD 70 അങ്ങനെ തന്നെ ആശ്ചര്യമായി സംഭവിച്ചു. അപ്പോൾ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിന്നാൽ ഇത്തരത്തിലുള്ള അപജയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന കർത്താവിൻ്റെ സൂചന. അതങ്ങനെ തന്നെ സ്വീകരിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം ശുദ്ധമായി കാണാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, പുതിയ പ്രഭാതത്തിനായി സ്തോത്രം, രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായി സ്തോത്രം. ഇന്നത്തെ പകൽക്കാലത്തിൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളിലും ഞങ്ങളുടെ ആഗ്രഹങ്ങളിലും പ്രവൃത്തികളിലും ഞങ്ങളുടെ ഇടപെടലുകളിലും സംസാരങ്ങളിലും വിശുദ്ധമായിരിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ. അശുദ്ധികൾ നിറഞ്ഞ ലോകത്ത് വേറിട്ട് നിൽക്കാൻ, വേറിട്ട് സഞ്ചരിക്കാൻ, വേറിട്ട് ചിന്തിക്കാൻ ഞങ്ങളെ ഇടയാക്കണം. പകൽക്കാലം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പകൽക്കാലമാക്കണമേ. യേശു മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയും കവിത ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നമ്മോടുകൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.